കുടുംബത്തിൽ പലർക്കും എതിർപ്പായിരുന്നു. കഷ്ടിച്ച് കുടുംബം നോക്കുന്ന കൂലിപ്പണിക്കാരനായ ഉപ്പയുടെയും തയ്യൽ ജോലി ചെയ്ത് ചില്ലിക്കാശ് കണ്ടെത്തുന്ന ഉമ്മയുടെയും മകൾക്ക് +2 തന്നെ ഓവറാണെന്ന മട്ടിലായിരുന്നു പലരുടെയും പെരുമാറ്റം. സൈറ എന്ന എനിക്ക് പക്ഷേ അതൊന്നും പ്രശ്നമില്ലായിരുന്നു. കോളേജും കൂട്ടുകാരുമായി ഞാനങ്ങനെ ഹാപ്പിയായി പോയി. നല്ല കോതമ്പിന്റെ നിറവും പനങ്കുല പോലത്തെ ചുരുണ്ട മുടിയും കരിവണ്ട് പോലത്തെ മുഴുത്ത കണ്ണും വീതി കുറഞ്ഞ ചെറിയ ചുണ്ടുകളും നീണ്ടു മെലിഞ്ഞ കൊലുന്നനെയുള്ള ഞാൻ അത്യാവശ്യം മൊഞ്ചത്തിയാണെന്ന് എനിക്കറിയാം. അഹങ്കാരം പറയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മൊഞ്ച് കണ്ടുവന്ന പല ആലോചനകളും അത്രയ്ക്ക് മൊഞ്ച് പെണ്ണിന്റെ സമ്പത്തിലില്ലെന്ന് കണ്ട് തിരികെ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു. അത്രയും കാലം കൂടി പഠിക്കാലോ. ശരിക്കും പറഞ്ഞ പഠനകാലമാണ് ഞങ്ങൾ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യകാലം. സത്യത്തിൽ കൂട്ടുകാരുടെ കാര്യത്തിൽ ഞാനൊരു അമ്പാനി തന്നെയാണ്. പെൺകുട്ടിയാണെന്ന് വെച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കാതെ അത്യാവശ്യം കുരുത്തക്കേടൊക്കെ കാട്ടി പാറിപ്പറന്ന് നടക്കുന്നതിനിടയിലാണ് കൂട്ടത്തിലൊരാൾ ആ വാർത്തയുമായി വന്നത്. കോളേജിന് പുറകുവശത്തെ വല്ലാണ്ട് ആൾപെരുമാറ്റമില്ലാത്ത ആ ചെമ്മൺപാതയിലൂടെ കുറച്ചു നടന്നാൽ കാണുന്ന വലിയ മുളങ്കാടിന് പിന്നിലെ വലിയ കുളത്തിൽ ചെകുത്താനുണ്ടെന്ന്. അതിലേക്ക് ഇറങ്ങുന്നവരുടെ കാലിൽ പിടിച്ചു വലിച്ചു താഴ്ത്തും. പിന്നെ പൊങ്ങുക കുറച്ചപ്പുറത്തെ തോട്ടിലാണെന്ന്. ചെകുത്താൻ കുളം എന്നാണത്രേ അതിൻ്റെ പേര് പോലും. ഞാനും കേട്ടിട്ടുണ്ട് ഇവിടെ മുമ്പ് പഠിച്ചുപോയ എൻ്റെ നാട്ടുകാരായ കൂട്ടുകാർ പറഞ്ഞ കഥകൾ. പക്ഷേ അത് ഇത്ര അടുത്താണെന്ന് അറിഞ്ഞില്ല. അല്ലെങ്കിൽ എന്നേ ഞാൻ അവിടെ എത്തിയാനേ. സ്വതവേ അല്പം പരീക്ഷണ വികാരം കൂടുതലായി എനിക്ക് അത് കേട്ടപ്പോൾ നിൽക്കപ്പുറത്തി കിട്ടിയില്ല. അന്ന് തന്നെ വൈകിട്ട് ക്ലാസ് വിട്ട് കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് അങ്ങോട്ട് പോയി. ചുറ്റും കാട് പിടിച്ച് കിടക്കുന്ന പായലും പൂപ്പിലും നിറഞ്ഞ് പച്ച നിറമായ കുളത്തിലേക്ക് ഇറങ്ങാൻ പടവുകൾ പോലും ഇല്ലായിരുന്നു. ഒരുവിധം താഴെ ഇറങ്ങി കാൽ നീട്ടി തള്ളവിരലൊന്ന് വെള്ളത്തിൽ തട്ടിച്ചതേയുള്ളൂ. ഡേ എന്നൊരു വിളി കേട്ട് ഞെട്ടലോടെ തലയുയർത്തി നോക്കി ഞങ്ങളൊന്ന് ചമ്മി. ആ പ്രദേശത്തുകാരായ കുറച്ച് പയ്യന്മാർ. ബാക്കി തെറികളൊക്കെ എന്തെന്ന് മനസ്സിലാകും മുമ്പേ ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ പമ്പ കടന്നിരുന്നു. അങ്ങനെ ഒരു പരീക്ഷണം ദയനീയമായി പരാജയപ്പെട്ട സങ്കടത്തിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇടിത്തീ പോലെ ബ്രോക്കർ കണാരൻ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത് കണ്ട്. പടച്ചോനെ, വല്ല കല്യാണക്കാര്യവുമാവും. ബ്രോക്കർ കണാരൻ ഏതെങ്കിലും ഒരു കല്യാണം ആലോചിച്ചിട്ടുണ്ടോ? അത് 100% നടന്നിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിലെ ഞാനടക്കമുള്ള പെൺകുട്ടികളുടെ പേടി സ്വപ്നമാണ് അയാൾ. അയാളെ കണ്ട ഭാവം പോലും നടിക്കാതെ ഞാൻ വേഗം അകത്തേക്ക് കയറി. തെണ്ടി എൻ്റെ കഞ്ഞിൽ പാറ്റിടാൻ വന്നതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പുസ്തകം എടുത്ത് കണ്ണു നട്ടിരിക്കുമ്പോൾ ഉപ്പ വന്നു. പതിവില്ലാതെയുള്ള സുഖാന്വേഷണം കണ്ടപ്പോഴേ എനിക്ക് സംഗതി ഓടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ കാര്യം അവതരിപ്പിച്ചു. പക്ഷേ ഉപ്പ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ ഞെട്ടലോടെ ചാടി എണീറ്റു. ഇല്ല ഉപ്പ, പറ്റില്ല. എനിക്ക് അതിനുള്ള യോഗ്യതയുള്ളെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉപ്പ ഒന്നും മിണ്ടാ നിൽക്കുന്ന കണ്ടപ്പോൾ വല്ലാണ്ട് ദേഷ്യം വന്നു. ഞാൻ പുസ്തകം വലിച്ചെറിഞ്ഞ് റൂമിൽ കയറി വാതിലടച്ചു. അന്നത്തെ നിരാഹാരത്തിന് ശേഷം പിന്നെ ഞാൻ വാതിൽ തുറന്ന് പിറ്റേന്ന് കോളേജിൽ പോകാൻ നേരമായിരുന്നു. കോളേജിലെത്തിയുടൻ ഞാൻ എൻ്റെ ഗഡികളോട് കാര്യം പറഞ്ഞു. വാട്ട്? എല്ലാവരും അന്തം വിട്ട് വാ പൊളിച്ചു. 2ാം കെട്ടുകാരൻ, അതും ശരീരം തളർന്നവൻ. നിന്റെ ഉപ്പാക്ക് വട്ടാടി. നീ കെട്ടുപ്രായം കഴിഞ്ഞ് കിടക്കൊന്നുമല്ലോ. എടി, ക്യാഷ് കൊണ്ട് ഒന്നും ആവില്ല, അവർ ഒരുമിച്ച് പറഞ്ഞു. ഞാനൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. എനിക്ക് വല്ലാണ്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഗതികേടും ഉണ്ടാവാം ഉപ്പ ഇങ്ങനെ പറഞ്ഞത്. എന്നാലും എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഒരാളെന്നൊക്കെ പറഞ്ഞാൽ. ക്ലാസ് കഴിഞ്ഞ് ബസ് ഇറങ്ങി നടന്നു വരുമ്പോൾ ഇടവഴിയിൽ വെച്ച് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഖദീജ താത്തയെ കണ്ടു. ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന കാര്യം അവരറിഞ്ഞിരുന്നു. മോളെ, എനിക്കറിയാവനെ. ചെറുപ്പത്തിലെ ഉപ്പ നഷ്ടപ്പെട്ടു. നന്നായി പഠിച്ച് വലിയ കാശുകാരനായി. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെണ്ണും കെട്ടി. പക്ഷേ വെറും 4 മാസം. അതിനിടയിൽ കടന്നു വന്ന ഒരു ആക്സിഡന്റ്. അതിലൊരു കൈയൊഴികെ കഴുത്തിന് കീഴ്പോട്ട് എല്ലാം തളർന്നു. അപ്പോഴേക്കും പണം കൊണ്ട് അഹങ്കാരിയായ ഭാര്യ ഇട്ടെറിഞ്ഞുപോയി. പിന്നെ ഉമ്മയാണ് നോക്കിയിരുന്നത്. അവർ ഈ അടുത്ത് മരിച്ചു. അതോടെ അവൻ തീർത്തു ഒറ്റപ്പെട്ടു. ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയിരുന്നൊരു ഡോക്ടർ കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ വേണ്ടാന്ന് വെച്ച കല്യാണത്തിന് സമ്മതം മൂളിയത്. അവർ പറഞ്ഞു നിർത്തിയപ്പോൾ ഏതോ സീരിയൽ കഥ കേട്ട പോലെ അന്തം വിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അതിന് കല്യാണം കഴിക്കണോ? ഏതിലും ഹോം നേഴ്സിന് വെച്ചാൽ പോരെ? ഇന്നത്തെ കാലത്തോ? അവരെന്തോ തമാശ കേട്ട പോലെ പൊട്ടിച്ചിരിച്ചു. വീട്ടിൽ പണം ഇരിക്കുമ്പോൾ എങ്ങനെ വിശ്വസിക്കും? പിന്നെ അവനെ കുളിപ്പിക്കാനും ഡ്രസ്സ് ഉടുപ്പിക്കാനും അന്യനായിട്ടുള്ള ഒരാൾ വരുന്നതിലും നല്ലതല്ലേ അവകാശപ്പെട്ട ആൾ വരുന്നത്? അവർ അത് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ ഉപ്പ ഉമ്മയോട് സങ്കടം പറയുന്നത് താൻ കേൾക്കാനിടയായി. ഉപ്പാക്കും താല്പര്യമില്ല. പിന്നെ സ്ത്രീധനൊന്നും വേണ്ടാന്ന് പറഞ്ഞതും പിന്നെ ഒരു പക്ഷേ അയാൾ എണീറ്റ് നടന്നാലോ എന്ന പ്രതീക്ഷയും അതിലുപരി ഞങ്ങൾക്കില്ലാത്ത എന്തോ അതവിടെ ഉണ്ടെന്നുമാണ് ഉപ്പ താല്പര്യം കാണിക്കാൻ കാരണം. അവരുടെ സംസാരം കേട്ടപ്പോൾ സങ്കടം തോന്നി. എന്നാലും എനിക്കുണ്ടല്ലോ കുറേ സ്വപ്നങ്ങൾ. മിനിമം ഞാൻ എന്തെങ്കിലും വികൃതി കാണിക്കുമ്പോൾ എന്നെ ഓടിച്ചിട്ട് തല്ലാനെങ്കിലും കഴിയുന്ന ആളായാൽ. അങ്ങനെ ചിന്താഭാരവുമായി അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേന്ന് കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇടവഴിയിൽ കാത്തു നിൽക്കുന്ന ബ്രോക്കറെ കണ്ടു.
കണ്ടാൽ തന്നെ അറിയാം എന്തോ കാര്യമായി പറയാനുണ്ട്. ഊഹം തെറ്റിയില്ല. മോളെ, ഈ കാര്യങ്ങ് സമ്മതിച്ചേക്ക്. ലോട്ടറിയാണേ, ലോട്ടറി. അവിടെ കയറി പറ്റിയാ നീ പിന്നെ ആരാ? അയാളത് പറഞ്ഞപ്പോൾ എനിക്ക് ചൊറിഞ്ഞു കയറി. അയാൾ ഒന്നുകൂടെ എൻ്റെ അടുത്തേക്ക് നീങ്ങി പതുക്കെ പറയാൻ തുടങ്ങി. അനങ്ങാൻ പറ്റാത്തോർത്ത് മോള് വിഷമിക്കണ്ട. ആ ചെക്കൻ തട്ടിപ്പോയ ആ സമ്പത്ത് നിനക്കാ. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ആളെ കെട്ടി ജീവിക്കാം. ഇനി കുറച്ച് വിഷം കലക്കി കൊടുത്താലും ആരും അറിയില്ല. അയാളത് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഞാൻ തല ഉയർത്തി. തരിച്ചു നിൽക്കുന്ന എന്നെ തനിച്ചാക്കി ഒരു വൃത്തികെട്ട ചിരിയോടെ അയാൾ നടന്നു മറഞ്ഞു. ഓരോരുത്തരുടെയും പലതരം അഭിപ്രായങ്ങൾ കേട്ട് ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അതിനുശേഷം ഞാൻ ഉപ്പയോട് വല്ലാണ്ടൊന്നും മിണ്ടാറില്ലായിരുന്നു. സംഗതി ഖദീജ താത്ത അന്ന് പറഞ്ഞ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് പാവം തോന്നിയിരുന്നു. പിന്നെ ആ ബ്രോക്കർ തെണ്ടി പറഞ്ഞ വാക്കുകൾ കേട്ട ദേഷ്യം അവനോടുള്ള സെന്റി ഒന്നുകൂടെ വർദ്ധിച്ചിരുന്നു. എന്നാലും അങ്ങനെ ആകെ കിളിപോയി നടക്കുന്നതിനിടയിലാണ് ഒരു ദിവസം എനിക്കൊരു കോൾ വന്നത്. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. ഹലോ, ആരാണ്? എൻ്റെ പേര് സുബിന. ഞാൻ ഷാനവാസിൻ്റെ ആദ്യത്തെ വൈഫാണ്. അവൻ്റെ ഒരു പ്രപ്പോസൽ നിനക്ക് വന്നെന്ന് കേട്ടു. അപ്പുറത്തെ മറുപടി കേട്ടപ്പോൾ സംഗതി ഓടാൻ കുറച്ച് ടൈം എടുത്തു. കുട്ടി, ആദ്യമേ പറയാം, ചുമ്മാ ചെന്ന് അബദ്ധം കാണിക്കാൻ നിൽക്കണ്ട. ജീവിതമാണ്, അത് മറക്കണ്ട. വീണ്ടും ഫോണിൽ നിന്ന് ശബ്ദമുയർന്നു. ഇവരുടെ സംസാരം കേട്ടാൽ തോന്നും നാളെയാണ് എൻ്റെ കല്യാണമെന്ന്. അവൻ്റെ പേര് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങളെങ്ങനെ ഈ കാര്യം അറിഞ്ഞ്? എൻ്റെ നമ്പർ എവിടുന്ന് കിട്ടി? ചുമ്മാ എന്തെങ്കിലും പറയേണ്ടതെന്ന് കരുതി ഞാൻ ചോദിച്ചു. സുബിനെ വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ല മോളെ. അവരത് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പുച്ഛം തോന്നി. സ്വയം പൊങ്ങി. എടി, അവന് വിട്ടേക്ക്. എണീറ്റ് നടക്കാൻ പോയിട്ട് ഒന്നും മര്യാദക്ക് അനങ്ങാൻ പോലും വയ്യാത്ത ആളാ. അതല്ലേ ഞാൻ പോലും പോകുന്നത്. നമ്മുടെ ജീവിതം വിലപ്പെട്ടതാണ്. അവർ അതുകൂടി പറഞ്ഞപ്പോൾ എന്തോ എനിക്കങ്ങ് ദഹിച്ചില്ല. ഇട്ടേച്ചും പോയിട്ട് പിന്നെ ആ സാധുവിൻ്റെ കാര്യത്തിൽ കയറി തലയിടുന്നോ? അതെ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കൂ. ഇതിലിടപെടാൻ നീ ആരടി? ഈ സൈറ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. സംഭവം അപ്പോഴത്തെ ഹാങ് ഓവറിൽ തള്ളിയതാണ്. അല്ല പിന്നെ അവളുടെ ഒരു അന്ന് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ പൂമുഖത്ത് തന്നെ ഉപ്പയുണ്ടായിരുന്നു. തലകുനിച്ച് അകത്തേക്ക് കയറുമ്പോൾ ഒരു വിളി കേട്ടു. മോളെ, ഉപ്പ ഈ കല്യാണം വേണ്ടാന്ന് വെക്കാം. നടന്നതെല്ലാം വിട്ടേക്ക്. ഞാൻ ആ ബ്രോക്കർക്ക് വിളിക്കാം. ഉപ്പ പതിയെ പറഞ്ഞു. എനിക്ക് സമ്മതാണ് ഉപ്പ. ഞാൻ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. എനിക്കെന്തോ അപ്പം അങ്ങനെ പറയാനാണ് തോന്നിയത്. വിധി പോലെ നടക്കട്ടെ. എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാർക്ക്. എന്തായാലും വൈകാതെ എല്ലാം തീരുമാനമായി. അങ്ങനെ ഒരു ഉച്ചക്ക് നിക്കാഹും കഴിഞ്ഞു. പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിഞ്ഞ് മഹർ ഉപ്പയുടെ അടുത്ത് കൊടുത്തേക്കാണ് ചെയ്തത്. സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ട് കഴുത്തിൽ മഹർ വീഴാൻ കൂടി ഭാഗ്യമില്ലാത്തവളായി. അന്ന് വൈകിട്ട് ആർഭാടമൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വീടിൻ്റെ പടിയിറങ്ങി. കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ആകെ അമ്പരന്ന് പോയി. ഒരു വലിയ ബംഗ്ലാവ് തന്നെ. പക്ഷേ പുറംകാഴ്ചകളേക്കാൾ മോടി ഉള്ളിലുണ്ടെന്നറിഞ്ഞത് അകത്ത് കയറിയപ്പോഴാണ്. ഫെയറി ടൈൽസിൻ്റെ ഏതോ ഒരു കൊട്ടാരത്തിൽ അകപ്പെട്ട ബെല്ലയുടെ അവസ്ഥയായിരുന്നു എനിക്ക്. എൻ്റെ സഹായത്തിനായിരിക്കാം കുറേ പുതിയ ജോലിക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റേത് എന്ന് പറയപ്പെട്ട ആ വലിയ മുറിയിലേക്ക് ഞാൻ പതുക്കെ കയറി. എൻ്റെ ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നു. എൻ്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. ജനാലക്കഭിമുഖമായി വീൽ ചെയറിൽ തിരിഞ്ഞു നിൽക്കുന്ന ആളെ ഞാൻ കണ്ടു. ഈ നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാവും ചിലപ്പോൾ കല്യാണ രാത്രിയിൽ ആദ്യമായി കാണുന്ന ദമ്പതികൾ. എൻ്റെ സാമീപ്യം അറിഞ്ഞതുകൊണ്ടാവും ശേഷിയുള്ള ഒരു കൈകൊണ്ട് പതുക്കെ ബട്ടൺ അമർത്തി അവൻ പതുക്കെ വീൽ ചെയർ തിരിച്ച് എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ ആകെ ഞെട്ടിയത് അപ്പോഴാണ്. പാറിപ്പറന്ന മുടിയും മുഖത്ത് നിറഞ്ഞ താടിയും ഒരയഞ്ഞ വെള്ള പൈജാമയുമായി ആകെ ഒരു കോലം. എൻ്റെ ഉള്ളുകാളിയത് ഞാൻ അറിഞ്ഞു. എൻ്റെ നേരെ നോക്കി അവൻ പതുക്കെ പറഞ്ഞു. ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് കരുതുന്നു. എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കൊരാൾ വേണം. ലൈസൻസ് കിട്ടിയ ബന്ധാവുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അതും പറഞ്ഞ് എൻ്റെ മറുപടിക്ക് ആക്കാതെ അവൻ ഏതോ ഒരു ബട്ടൺ അമർത്തി. ഉടൻ എവിടുന്നോ അലാറം മുഴങ്ങി. ഉടൻ ഒരു ചെറുപ്പക്കാരൻ വന്ന് അവനെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. ഹായ്, ഞാൻ സമീർ, ഷാനുവിൻ്റെ ഫ്രണ്ടാണ്, ഓൾസോ ഈസ് ഡോക്ടർ, അയാൾ പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ചു എന്ന് വരുത്തി. അയാൾ നടന്നു മറിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന മട്ടിൽ കുറെ ആലോചിച്ച് നിന്നു. അവസാനം പതുക്കെ ബെഡിൽ വന്ന് ഓരം ചേർന്ന് കിടന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യ ദിനം. തുടർന്നുള്ള 2-3 ദിവസങ്ങളും ഇങ്ങനെ കടന്നുപോയി. ഒന്നിനും എന്നെ വിളിക്കില്ല, എന്നോട് മിണ്ടില്ല. അപ്പോൾ പിന്നെ ഞാനാരാ? നോക്കൂത്തിയോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇതിനാണോ ചുമ്മാ എൻ്റെ പഠനം മുടക്കാനായി വന്നത്? അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു പുലരിയിലാണ് അവൻ എൻ്റെ അടുത്തേക്ക് വീൽ ചെയർ ഉരുട്ടി വന്നത്. ഇന്നു മുതൽ രാവിലെ 10 മണിക്ക് അധ്യാപകൻ വരും. എക്സാം എഴുതാൻ മാത്രം കോളേജിൽ പോവാം. ഞാൻ കാരണം ആരുടെയും പഠനം മുടങ്ങണ്ട. അതും പറഞ്ഞ് അവൻ തിരികെ മടങ്ങുമ്പോൾ ഞാൻ പുറകിൽ അന്തം വിട്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കവിടെ പണിയൊന്നുമില്ല. ഒരു ഗ്ലാസ് വെള്ളം വേണേൽ പോലും ഒന്ന് മുരടനക്കിയാൽ 4 വശത്തു നിന്നും ജോലിക്കാരെത്തും. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ബോറടിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം റൂമിൽ ചുമ്മാ ഇരിക്കുകയായിരുന്നു.
റൂമിൽ ഒരു വശത്ത് വളരെ നീളത്തിലും വീതിയിലും ഒരു വലിയ കർട്ടൻ വിരിച്ചിരുന്നു. രാവും പകലും അതങ്ങനെ കിടന്നു. പകൽ പോലും അത് ഇരുവശത്തേക്കും വകഞ്ഞു വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത് കാരണം റൂമിലെപ്പോഴും ഒരു അരണ്ട് വെളിച്ചമായിരുന്നു. ഞാൻ പതിയെ ബെഡിൽ നിന്നെണീറ്റ് അതിൻ്റെ നേരെ നടന്നു. അതിൽ കൈവച്ചതേയുള്ളൂ. പുറകിൽ നിന്നും കനത്തിൽ ശബ്ദം കേട്ടു. അത് നീക്കരുത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേഷ്യത്തോടെ നോക്കുന്ന ഷാനുവിനെ കണ്ടു. ഞാനൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഇതെന്തൊരു സാധനമാണ്? ചുമ്മാതല്ല എല്ലാവരും ഇട്ടേച്ച് പോയത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇങ്ങനെ ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക പുറത്തു ചാടാൻ ഒരുങ്ങിയിരുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല, ശരിയാക്കി തരാം. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ എണീറ്റ് കിച്ചണിൽ പോയി. എല്ലാ ജോലിക്കാരോടും ഇനി ഷാനു വിളിക്കുമ്പോൾ വന്നേക്കരുത് എന്ന് ഓർഡർ കൊടുത്തു. അവർ കാര്യം പിടുത്തം കിട്ടാതെ അമ്പരപ്പോടെ തലയാട്ടി. അങ്ങനെ രാവിലെ ഉറക്കമെണീറ്റ ഷാനു എണീക്കാൻ വേണ്ടി പതുക്കെ കൈനീട്ടി അലാറം അടിച്ചു. പക്ഷേ അത് കേട്ടെത്തിയത് ഞാനാണ്. അവനെ മെല്ലെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഞാൻ കൈനീട്ടിയതും വല്ല യക്ഷയും കണ്ട മാതിരി അവൻ അലറി. പോ, എന്നെ തുടരുത്, അവരെവിടെ? ഓ പിന്നെ പറയാനല്ലേ പറ്റൂ, തല്ലാനൊന്നും വയ്യല്ലോ. ആ ധൈര്യത്തിൽ ഞാൻ അവനെ പൊക്കാൻ നോക്കി. അമ്മേ, വിചാരിച്ച മാതിരിയല്ല, വെയിറ്റൊക്കെ ഉണ്ട്. പതുക്കെ വീൽ ചെയറിൽ ഇരുത്തി തള്ളുമ്പോഴും അവൻ എന്തൊക്കെയോ പറഞ്ഞ് ചൂടാവുന്നുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷാക്കിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യം ആ മുഖത്ത് കണ്ടു. ഇനിയും കുറേ ചെയ്യാനുണ്ട്. ഞാൻ പതിയെ റൂമിലെ സാധനങ്ങൾ ഓരോന്നായി റെഡിയാക്കി വെക്കാൻ തുടങ്ങി. അത് തുടരുത്, അതെടുക്കരുത് എന്നൊക്കെ അവൻ വിളിച്ചു പറഞ്ഞ് ഞാൻ കേട്ടില്ലാന്ന് അടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്തപ്പോൾ അവൻ ശേഷിയുള്ള ഒരു കൈ നീട്ടി പറഞ്ഞു, ഞാൻ തിന്നോളാം. അവൻ നീട്ടിയ ആ കൈ തട്ടിമാറ്റി ഞാൻ പതിയെ അവൻ്റെ മുന്നിൽ പടിഞ്ഞിരുന്നു. ഒരു ചെറിയ കഷ്ണം ഇഡ്ഡലി ചട്നിയിൽ മുക്കി പതുക്കെ അവൻ്റെ നേരെ നീട്ടി. പക്ഷേ അവൻ വാ തുറക്കാതെ എൻ്റെ നേരെ തുറിച്ചു നോക്കി. നീ എന്തിനാ ഇതൊക്കെ ചെയ്യണേ? അവൻ അസഹനീയതയോടെ ചോദിച്ചു. പിന്നെ എന്നാത്തിന് എന്നെ കൊണ്ടുവന്നേ? ഷോക്കേസിൽ വെക്കാനാ? ഞാൻ ദേഷ്യത്തോടായി ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. അവസാനം ഗതികേട് കൊണ്ട് അവൻ വാ തുറന്നു. അങ്ങനെ അതും നടന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം. ഞാൻ ആ കർട്ടന്റെ നേരെ നടന്നു. അവന്റെ വിലക്ക് വകവെക്കാതെ അത് ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റി. ഒരു നിമിഷം ഞാനത് കണ്ട് വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്.